ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഒരു സംഖ്യ ഇടുമ്പോൾ ആ സംഖ്യ ഇട്ട ശേഷം അതിൻ്റെ വലതുവശത്ത് ഒരു 0 വന്നാൽ അതിന് മൂല്യമുണ്ടാകുന്നു. സംഖ്യയില്ലാതെ എത്ര പൂജ്യങ്ങളിട്ടാലും അതിന് ആ പൂജ്യങ്ങൾക്ക് അല്പം പോലും വിലയില്ലെന്നത്, ആ വിലയില്ല എന്ന സത്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഒന്നായിരിക്കുന്ന സർവേശ്വരൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ച വസ്തുക്കൾക്കെല്ലാം നിലനിൽപ്പുള്ളൂ, അവലംബമുള്ളൂ. അതുണ്ടെങ്കിൽ ഇതിനെല്ലാം വിലയുണ്ട്, അതില്ലെങ്കിൽ ഇതിനൊന്നിനും വിലയില്ല. നമ്മുടെ ശരീരം തന്നെ ആ സപ്തീതി ശരീരത്തിൽ നിന്നും പോയി കഴിഞ്ഞാൽ ഇത് ശവമായി മാറും. ശവമാറിക്കഴിഞ്ഞാൽ പിന്നെ അത് എത്രയും പെട്ടെന്ന് മണ്ണിലിടുകയോ അഗ്നിക്കിരയാക്കുകയോ ചെയ്യുന്നു. അത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് ഈ ലോകത്തിന് തന്നെ അതുകൊണ്ട് ഉപദ്രവമാണ് ഉണ്ടാവുന്നത്. അതിനാൽ അതിനെ എത്രയും പെട്ടെന്ന് അതാതിൻ്റെ നിലകളിലേക്ക് ആക്കി തീർക്കാനാണ് നാം ശ്രമിക്കുന്നത്. പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിലെ ആകാശം ആകാശത്തോടും, വായു വായുവിനോടും, അഗ്നി അഗ്നിയോടും, ജലം ജലത്തോടും, ഭൂമിയുടെ അംശം ഭൂമിയുടെ അംശത്തോടും ചേർന്ന് അത് അനശ്വരമായിത്തീരുന്നു. ആ പഞ്ചഭൂതങ്ങൾ ചേർന്ന് ആ ചൈതന്യത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ശരീരം ഇപ്രകാരം രൂപാന്തരപ്പെട്ട് അതിലിരുന്ന് ഞാൻ എന്ന് പറയപ്പെടുന്ന ശക്തിവിശേഷം തൻ്റെ കർമ്മ സംസ്കാരങ്ങളെല്ലാം അനുഭവിച്ചു തീരുന്നു. സർവേശ്വരനുണ്ടെങ്കിലേ ഈ ശരീരത്തിന് മൂല്യമുള്ളൂ, അല്ലെങ്കിൽ ശരീരം വെറും ശവം മാത്രമാണ്. അതിനാൽ 1000 ഭുജങ്ങളൊന്നു ചേർന്നിടിലും ഒന്നിന്നഭാവത്തിൽ മൂല്യമല്ലൊന്നിനും. തന്നെ മറന്നെണ്ണി എണ്ണം പിഴയ്ക്കുകിൽ ജന്മം പിഴച്ചെന്നു തന്നെയോർത്തിയിടണം. ഒരു വലിയ സത്യം ഇവിടെ വരച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. 1000 ഭുജങ്ങൾ ഒന്നു ചേർന്നിടിലും, 1000 അല്ല ലക്ഷക്കണക്കിന് പൂജ്യങ്ങൾ ഇട്ടാലും അവയ്ക്ക് ഒരു വിലയുമില്ല. എന്നാൽ അതിൻ്റെ ഇടതുവശത്തായിട്ട് ഒരു സംഖ്യ വന്നാൽ ആ പൂജ്യങ്ങൾക്കെല്ലാം ഒന്നിനൊന്ന് മേന്മ വർദ്ധിക്കുന്നു. അതാണ് 1000 ഭുജങ്ങൾ ഒന്നു ചേർന്നിടിലും. 1000 ഭുജങ്ങൾ ഒന്നിച്ച് നാം ഇടുകയാണെങ്കിലും ബാക്കി എല്ലാത്തിനും വിലയുള്ളൂ. ഈ ശരീരത്തിനും ലോകവസ്തുക്കൾക്കും എല്ലാം മൂല്യമുണ്ടാവണമെങ്കിൽ ഒന്നായിരിക്കുന്ന സർവേശ്വരൻ്റെ സാന്നിധ്യം കൂടിയേ കഴിയൂ. ആ ഒന്നാണ് വാസ്തവത്തിൽ ഈ ശരീരത്തെ നിലനിർത്തുന്നത്. ആ പൂജ്യങ്ങളാണ് വാസ്തവത്തിൽ ഈ ശരീരം തന്നെ. ഈ ജഡമായിരിക്കുന്ന ശരീരം പൂജ്യങ്ങൾക്ക് സമാനമാണ്. ഇതിലിരിക്കുന്ന ആ ചൈതന്യത്തെ ഒന്നായിട്ട് കൽപ്പിക്കാം. ആ ഒന്നുണ്ടെങ്കിൽ ഇവയ്ക്കെല്ലാം മൂല്യമുണ്ട്, മാന്യതയുണ്ട്, നിലയും വിലയുമുണ്ട്. ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് ആർക്കും വിലയില്ലാത്തതാണ്. അതിനാൽ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും ആ ഒന്നിനെ കുറിച്ചാണ്. ആ ഒന്നിൻ 1000 ഭുജങ്ങൾ ഒന്നു ചേർന്നിടിലും ഒന്നിന്നഭാവത്തിൽ മൂല്യമില്ലൊന്നിനും. തന്നെ മറന്നെണ്ണി എണ്ണം പിഴയ്ക്കുകൾ ജന്മം പിഴച്ചെന്നു തന്നെയോർത്തിയിടണം. 10 പേര് കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് കയറിയപ്പോൾ ഒരാളെ കണ്ടില്ല.
അപ്പോൾ ആരാണ് പോയത് എന്ന് എണ്ണി നോക്കുകയാണ്. എണ്ണി നോക്കുമ്പോൾ 9 പേര് മാത്രമേ കാണാനുള്ളൂ. എല്ലാവരും എണ്ണി, ഒരാൾ കുറഞ്ഞു. ഒരാൾ കുറഞ്ഞു വന്നതുകൊണ്ട് എല്ലാവർക്കും വിഷമമായി. ഒരാൾ പോയല്ലോ, ആരാണ് പോയത് എന്നിട്ട് ആർക്കും അറിഞ്ഞുകൂടാ. എണ്ണി നോക്കുമ്പോൾ 9 ഉള്ളൂ. എന്തുകൊണ്ട് ഒരാൾ എവിടെ പോയി? തന്നെ മറന്നെണ്ണി എണ്ണം പിഴയ്ക്കുകൽ. തന്നെ മറന്നത് കൊണ്ടാണ് 10 പേരിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞു പോയത്, 9 ആയത്. തന്നെ മറന്നു പോയാൽ നമ്മുടെ ജന്മം നിഷ്ഫലമായി. തന്നെ ഓർമ്മിച്ചാൽ ജന്മം സഫലമായി. അതുകൊണ്ട് ജന്മം സഫലമാക്കി തീർക്കണമെങ്കിൽ തന്നെ അറിയണം. താൻ ആരാണെന്ന പരമസത്യം നാം ബോധിക്കണം. താൻ ഈ ദേഹമാണെന്നാണ് ഇപ്പോൾ ധരിച്ചിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ദേഹമല്ല. ദേഹം നമുക്ക് കർമ്മ വാസനകൾ അനുഭവിച്ച് തീരാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാണ്. ഇതുണ്ടായതാണ്, ഇത് നിലനിൽക്കുന്നതാണ്. ഇതിന് ഒരു കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞാൽ ഇത് നാശോന്മുഖം ആയിത്തീരുന്നതാണ് എന്ന സത്യം നാം ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. 1000 പൂജ്യങ്ങളൊന്നു ചേർന്നേരിലും ഒന്നിന്ന ഭാവത്തിൽ മൂല്യമില്ലൊന്നിനും. തന്നെ മറന്നെണ്ണി എണ്ണം പിഴയ്ക്കുകൽ ജന്മം പിഴച്ചെന്നു തന്നെയോർത്തിയിടണം.